ദൈവത്തിൻ്റെ നിശബ്ദതയെ പലപ്പോഴും നാം മനസ്സിലാക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന സൂചനയായിട്ടാണ്. ദൈവത്തിൻ്റെ നിശബ്ദത ചില പ്രാർത്ഥനകൾക്ക് ശേഷമുള്ള മറുപടിയില്ലായ്മ, ദൈവം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന നിരാശയാണ് പലർക്കും സമ്മാനിക്കുന്നത്. എന്നാൽ കുഞ്ഞാട് 7ാമത്തെ മുദ്ര തുറന്നപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂറോളം നിശബ്ദതയുണ്ടായി. നിശബ്ദത ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയല്ല, ദൈവം ഗൗരവമായി പ്രവർത്തിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഞാൻ ദാനിയേലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് ഏറ്റവും പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവവചനം പഠിക്കാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഇന്ന് വെളിപാട് പുസ്തകത്തിൻ്റെ 8ാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. വെളിപാട് അധ്യായം 8 വാക്യം 1 മുതൽ. 7ാം മുദ്ര, ധൂപകലശം, 4 കാഹളങ്ങൾ. അവൻ 7ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിനു മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. ദൂതൻ്റെ കയ്യിൽ നിന്ന് പരിമളദ്രവ്യങ്ങളുടെ ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവസന്നിധിയിലേക്ക് ഉയർന്നു. ദൂതൻ ധൂപകലശമെടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. പ്രിയമുള്ളവരെ, പശ്ചാത്തലത്തിലേക്ക് നിങ്ങളെ ഒന്ന് എത്തിക്കുന്നതിന് മുൻപ് നടന്ന ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. 6ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് പിതാവിൽ നിന്ന് സ്വീകരിച്ച ചുരുളിൻ്റെ ആദ്യത്തെ 6 മുദ്രകൾ കുഞ്ഞാട് തുറക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഓർക്കുന്നുണ്ടല്ലോ. അധികാരത്തിന് വേണ്ടിയുള്ള അധിനിവേശം, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, മഹാമാരികൾ, മരണം, നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന രക്തസാക്ഷികൾ, ആകാശത്തിലും ഭൂമിയിലും ഉണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇവയൊക്കെ ഈ 6 മുദ്രകൾ തുറക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ 7ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഇടവേളയായിരുന്നു, ഒരു ഇൻ്റർലൂഡായിരുന്നു. കുഞ്ഞാട് 7ാമത്തെ മുദ്ര തുറക്കുന്നതിന് മുൻപ് ആരെല്ലാമാണ് സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് എന്നതായിരുന്നു 7ാം അധ്യായം വിവരിച്ചത്. ഇതിനുശേഷം നമ്മൾ 8ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ കുഞ്ഞാട് 7ാമത്തെ മുദ്ര തുറക്കാൻ പോവുകയാണ്. 7ാം മുദ്ര തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കുഞ്ഞാട് 7ാമത്തെ മുദ്ര തുറക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി. ഈ നിശബ്ദതയെ 2 വിധത്തിൽ കാണാവുന്നതാണ്. ഒന്ന്, ഇത്രയും നേരം സ്വർഗത്തിൽ മുഴുവൻ ശബ്ദഘോഷങ്ങളായിരുന്നു. സ്തുതി, ആരാധന, കീർത്തനങ്ങൾ, മാലാഖമാരുടെ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ സ്വരം. ഈ ശബ്ദഘോഷത്തിൻ്റെ നടുവിൽ പെട്ടെന്നുണ്ടാകുന്ന നിശബ്ദത, വേഗം എല്ലാം ഫ്രീസ് ചെയ്യുന്നത് പോലെ ഉണ്ടാകുന്ന നിശബ്ദത, ഒരുപക്ഷെ ഭയാനകമായ ഒരു നിശബ്ദത. തൊട്ടടുത്ത് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ ഗൗരവമായി ശ്രദ്ധിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ്, സിഗ്നലാണ്. രണ്ടാമതായിട്ട് ഈ നിശബ്ദതയെ കാണേണ്ടത് ഇങ്ങനെയാണ്. കർത്താവിൻ്റെ പ്രതികാര ദിനത്തിന് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവ് മിശിഹ വരുന്നതിന്, അല്ലെങ്കിൽ മിശിഹായുടെ പ്രതികാര ദിനത്തിന് മുൻപ്, ദൈവത്തിൻ്റെ പ്രതികാര ദിനത്തിന് മുൻപ് ഒരു നിശബ്ദത വരും. ഉദാഹരണത്തിന് സഫാനിയായുടെ പ്രവചനം 1ാം അധ്യായം 7ാമത്തെ വാക്യത്തിൽ അങ്ങനെയൊരു നിശബ്ദതയെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. സഫാനിയ അധ്യായം 1 വാക്യം 7. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവിൻ്റെ ദിനം ആസന്നമായിരിക്കുന്നു. കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു, തൻ്റെ അതിഥികളെ അവിടുന്ന് ശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ബലിയുടെ ദിനത്തിൽ രാജസേവകന്മാരെയും രാജകുമാരന്മാരെയും വിദേശ വസ്ത്രങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ അലങ്കരിച്ചിരിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും.
ഇങ്ങനെ പലയിടങ്ങളിൽ, ഒരു സൂചന മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പലയിടങ്ങളിൽ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പ്രതികാര ദിനത്തിന് മുൻപ് സംഭവിക്കുന്ന ഒരു നിശബ്ദതയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാട് 8:2. ദൈവസന്നിധിയിൽ നിന്നിരുന്ന 7 ദൂതന്മാരെ ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. ഈ 7 ദൂതന്മാർ മുഖ്യദൂതന്മാരാകാനാണ് സാധ്യത. അവർക്ക് 7 കാഹളങ്ങൾ നൽകപ്പെട്ടു. ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിൽ, ജീവിതത്തിൽ വിവിധ സന്ദർഭങ്ങളിൽ അവർ കാഹളങ്ങൾ ഊതിയിരുന്നു. ആരാധനയുമായി ബന്ധപ്പെട്ട് കാഹളങ്ങൾ ഊതുന്നതിൻ്റെ സൂചനയുണ്ട്. ഉദാഹരണത്തിന് യെശയ്യാ 27:13 അങ്ങനെ ഒരു സൂചനയുണ്ട്. എന്തിനെക്കുറിച്ചാണ്? ആരാധനയുമായി ബന്ധപ്പെട്ട് കാഹളം ഊതുന്നതിനെക്കുറിച്ച് യെശയ്യാ 27:13 സൂചനയുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന് പോകുമ്പോൾ കാഹളങ്ങൾ ഊതിയിരുന്നു. കാഹളങ്ങൾ, പ്രത്യേകിച്ച് 7 കാഹളങ്ങൾ ഊതുന്നത് ഇവിടെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ, ഒരു പഴയ നിയമ ഓർമ്മ, ജെറീക്കോ കോട്ട കീഴടക്കുന്നതിന് മുൻപ് 7 കാഹളം പിടിച്ച് നടന്ന പുരോഹിതന്മാർ ഈ 7 കാഹളങ്ങൾ മുഴക്കുമ്പോഴാണ് ജെറീക്കോ കോട്ട തകർന്നു വീഴുന്നത്. ദൈവം തൻ്റെ ജനത്തിന് വാഗ്ദത്ത ദേശം നൽകുന്നതിൻ്റെ ആരംഭമായിരുന്നു അത്. ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം ആദ്യമായി തങ്ങളുടെ പാദം എടുത്തു വെക്കുമ്പോൾ അവരാദ്യം കീഴടക്കുന്നത് ജെറീക്കോ കോട്ടയായിരുന്നു. അങ്ങനെ ജെറീക്കോ നഗരത്തിൻ്റെ കീഴടങ്ങലും തകർച്ചയുമാണ് ദൈവജനത്തിന് വാഗ്ദത്ത ദേശം ലഭിക്കുന്നതിൻ്റെ ആദ്യത്തെ അടയാളം. ദൈവം ഇസ്രായേലിന് വാഗ്ദത്ത നാട് നൽകുമ്പോൾ തകർന്നു വീണ ജെറീക്കോ തകരുന്നത് കാഹളം മുഴക്കുമ്പോഴാണ്. അതുപോലെ ദൈവം തൻ്റെ തെരഞ്ഞെടുപ്പ് നൽകി സംരക്ഷണ മുദ്രയിട്ട് സംരക്ഷിക്കുന്ന തൻ്റെ ജനത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത ആ നിത്യമായ വാഗ്ദത്ത ദേശമായ നിത്യത, സ്വർഗീയ ജീവിതം നൽകുന്നതിൻ്റെ ആരംഭമായി ഈ 7 കാഹളങ്ങൾ പിടിച്ചിരിക്കുന്ന ദൂതന്മാരെ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, ജെറീക്കോ തകർന്നു വീഴുന്നതിന് മുൻപാണ് കാഹളങ്ങൾ ഊതിയത് എന്നത് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. AD 72 ജെറുസലേം തകർന്നു വീഴുമ്പോൾ, കർത്താവ് ജെറുസലേം നഗരത്തിനെതിരെ വിധി നടപ്പാക്കുമ്പോൾ അതിൻ്റെ ഒരു സൂചനയായിട്ടുകൂടി ഈ 7 ദൂതന്മാർ ഊതിയ കാഹളത്തെ വായിക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. നമ്മൾ ഈ സന്ദർഭത്തിൽ മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. ജെറുസലേമിന് സംഭവിക്കുമെന്ന് പറഞ്ഞ് വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ യുഗാന്ത്യത്തിലും സംഭവിക്കുന്ന കാര്യങ്ങളുടെ നിഴലോ അല്ലെങ്കിൽ മാതൃകയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ജെറുസലേമിൻ്റെ തകർച്ചയെ, ദേവാലയത്തിൻ്റെ നിത്യമായ തകർച്ചയെയും ജെറുസലേം നഗരം റോമക്കാരുടെ കയ്യിൽ തകർന്നു വീണ് നാമാവശേഷമാകുന്നതിൻ്റെയും അടയാളമായി കാണാം. മാത്രമല്ല, അത് യുഗാന്ത്യത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിനെതിരെ നിൽക്കുന്ന എല്ലാ സ്ട്രക്ചറുകളും തകർന്നു വീഴുന്നതിൻ്റെ, ആ ജെറീക്കോ കോട്ടകൾ തകർന്നു വീഴുന്നതിൻ്റെ അടയാളമായും ഈ കാഹളങ്ങൾ പിടിച്ച ദൂതന്മാരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീഠത്തിന് മുമ്പിൽ വന്നു നിന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമളദ്രവ്യം അവന് നൽകപ്പെട്ടു. അടുത്തതായി യോഹന്നാൻ കാണുന്ന കാഴ്ച, 7-ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ സ്വർണം കൊണ്ടുള്ള ധൂപകലശവുമായി ഒരാൾ കയറി വരികയാണ്, ഒരു ദൂതൻ. ഈ ദൂതൻ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ആളാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പഴയ നിയമ ഭാഗമുണ്ട്. അത് തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. തോബിത്ത് 12:15. ഞാൻ റഫായേലാണ്, വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരാൾ. തോബിത്ത് 12:15 പറയുന്ന പ്രകാരം റഫായേൽ തന്നെ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന 7 ദൂതന്മാരിൽ ഒരാളാണ് താനെന്നാണ്. അപ്പോൾ അങ്ങനെ വ്യക്തമായി ഒരു പഴയ നിയമ സൂചന ഉള്ളതുകൊണ്ട് ഈ ദൂതനെ നമുക്ക് വേണമെങ്കിൽ റഫായേൽ ദൂതൻ എന്ന് വിളിക്കാം.
ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? സഭയുടെ അല്ലെങ്കിൽ സഭാമക്കളായ നമ്മളുടെ പ്രാർത്ഥനകളൊന്നും തന്നെ പാഴായി പോകുന്നില്ല എന്ന സത്യമാണ്. അത് സ്വർഗീയ ബലിപീഠത്തിൽ വളരെ അതീവ ഗൗരവമുള്ള പ്രാധാന്യത്തോടെ അർപ്പിക്കപ്പെടും എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അതായത് നമ്മൾ സഭയായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ പ്രാർത്ഥിക്കാം. ഒന്ന്, നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് കൂടാതെ നമ്മളൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ, ഒരു സഭാ കൂട്ടായ്മ എന്ന നിലയിൽ നടത്തുന്ന പ്രാർത്ഥനകളും ആരാധനകളുമുണ്ടല്ലോ. അത് എന്തുമാവാം. അത് യാമ നമസ്കാരങ്ങളോ അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയോ, ഒരു കൂട്ടായ്മയായി നമ്മൾ നടത്തുന്ന എല്ലാ സഭയുടെ പ്രാർത്ഥനകളും ഇവിടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഭൂമിയിൽ നിന്നുയരുന്ന സഭയുടെ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളൊന്നും തന്നെ പാഴായി പോകുന്നില്ല. നിങ്ങളൊരു ദേവാലയത്തിൽ നിന്ന് ഒരു കൂട്ടായ്മയോട് ചേർന്ന് സഭ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എത്ര ഗൗരവത്തോടെ അത് കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിലെ ബലിപീഠത്തിലേക്ക് സമർപ്പിക്കപ്പെടും എന്നതിൻ്റെ വ്യക്തമായ അടയാളമായി ഈ വാക്യത്തെ നമുക്ക് കാണാം. മാത്രമല്ല, അവിടെ പറയുന്നത് പരിമള ദ്രവ്യം അവന് നൽകപ്പെട്ടു. ധാരാളം പരിമള ദ്രവ്യം വിശുദ്ധരുടെ പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി. അത് സൂചിപ്പിക്കുന്നത് വിശുദ്ധരുടെ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുയരുന്ന സഭയുടെ പ്രാർത്ഥനകൾ ഒരു പരിമള ദ്രവ്യം പോലെ പിതാവായ ദൈവത്തിന് എത്ര പ്രസാദകരമായ കാര്യമാണ് എന്നാണ്. നമ്മൾ ഭൂമിയിൽ സഭാമക്കൾ ഒരുമിച്ച് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ അത് എത്രയോ പ്രാധാന്യമുള്ളതാണ്. അത് പരിമള ദ്രവ്യം പോലെയാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇനി അതോട് ചേർത്ത് വേറൊരു കാര്യം ഗ്രഹിക്കണം. ഇത് വളരെ ഗൗരവമുള്ളതാണ്. സഭയുടെ പ്രാർത്ഥനകൾ കർത്താവിൻ്റെ മുമ്പിൽ ഗൗരവത്തോടെ അർപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ സഭ നടത്തുന്ന പ്രാർത്ഥനയാണ് ഭൂമിയിൽ ഇനി സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന സൂചന കൂടി 5-ാമത്തെ വാക്യം നൽകുന്നുണ്ട്. 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: ദൂതൻ ധൂപകലശം എടുത്ത് ബലിപീഠത്തിലെ അഗ്നി കൊണ്ട് നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി. സഭയുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുക മാത്രമല്ല, ആ പ്രാർത്ഥനയിൽ ആ ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട അഗ്നിയാണ് ധൂപകലശത്തിൽ നിറച്ച് ഭൂമിയിലേക്ക് എറിയുന്നത്. അതായത് ആ ആരാധനയുടെ പൂർത്തീകരണം ദൈവസന്നിധിയിൽ അത് സ്വീകരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, ഭൂമിയിലെ സംഭവങ്ങളെ ആ ആരാധന നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇങ്ങനെ കാണേണ്ടത്. ആ പ്രാർത്ഥനയുടെ പരിസമാപ്തി ഭൂമിയിൽ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളെ നിയന്ത്രിക്കുന്നതാണ്. വിശ്വാസിയുടെ പ്രാർത്ഥനകളാണ് ഇനി ചരിത്രത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ പോകുന്നത്. 141-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് ഈ സന്ദർഭത്തിൽ ഓർക്കാവുന്നതാണ്. സങ്കീർത്തനം 141:2: എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. നമ്മുടെ ഭൂമിയിലെ പ്രാർത്ഥനകൾ ചരിത്രത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ്. മുട്ടുകുത്തി നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാജാവിനെയോ ഒരു രാഷ്ട്രീയക്കാരനെയോ കാൾ കൂടുതൽ ചരിത്രത്തിൻ്റെ ഗതി നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. കാരണം സഭ തൻ്റെ ആരാധനയിൽ ആരാധിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്ന ചരിത്രത്തിൻ്റെ നിയന്താതാവായ, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന രാജാവായ ദൈവത്തെയാണ്. ഇനി എന്തായിരിക്കും സഭ പ്രാർത്ഥിച്ചത്? സഭയുടെ ഏത് പ്രാർത്ഥനയാണ് ചരിത്രത്തെ നിയന്ത്രിക്കുന്ന പ്രാർത്ഥന? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിങ്ങനെയൊരു പ്രാർത്ഥനയാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആവണമേ. സഭ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഈ ഒരേ ഒരു കാര്യം മാത്രമാണ്: ദൈവമേ, നിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ വേഗം സ്ഥാപിതമാകണമേ. ദൈവത്തിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾക്കറിയാമോ? അതൊരു സംവിധാനം ഉണ്ടാവുക എന്നതല്ല. ദൈവം എന്ത് ആഗ്രഹിക്കുന്നോ, അല്ലെങ്കിൽ എന്താണോ ദൈവത്തിൻ്റെ ഇഷ്ടം, അത് പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ മനസ്സോടെ
ഹൃദയത്തിൻ്റെ സദാ സന്നദ്ധതയോടെ ഏറ്റെടുത്ത് നിറവേറ്റാൻ മനുഷ്യരുടെ മനസ്സുകൾ ഒരുക്കപ്പെടുന്നതാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതുമാത്രം ഈ ഭൂമിയിൽ നിറവേറുന്നതാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമി സഞ്ചരിക്കുന്നതിൻ്റെ പേരാണ് ദൈവരാജ്യം. അപ്പോൾ സഭയുടെ മുഴുവൻ പ്രാർത്ഥനയും അതാണ്, നിൻ്റെ രാജ്യം വരണമേ. അതായത് നിൻ്റെ ഇഷ്ടം അതുമാത്രം സ്വർഗത്തിൽ നടക്കുന്നത് പോലെ ഭൂമിയിലും മനുഷ്യരെല്ലാം നിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരായി മാറണമേ. ഈ പ്രാർത്ഥനയുടെ മറുപടിയാണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഇടിമുഴക്കങ്ങളും ശബ്ദഘോഷങ്ങളും മിന്നൽ പിണരുകളും ഭൂമി കുലുക്കവും ഉണ്ടായി എന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ അടയാളങ്ങളെയാണ്. ബൈബിളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടങ്ങളിലെല്ലാം മിക്കവാറും തന്നെ ഈ അടയാളങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വാക്യം സൂചിപ്പിക്കുന്നത് സഭ പ്രാർത്ഥിക്കുന്നതിൻ്റെ മറുപടിയായി ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് 2 കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, ബൈബിളിൽ ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനുസരിച്ചായിരിക്കും ചരിത്രം മുന്നോട്ട് നീങ്ങാൻ പോകുന്നത്. ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തിയതെല്ലാം ഈ ഭൂമിയിൽ നിറവേറുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് മാത്രമായിരിക്കും ചരിത്രം മുന്നോട്ട് പോകുന്നത്. ചരിത്രം അവസാനിക്കുന്നത് ദൈവം നിശ്ചയിച്ച പ്രകാരം മാത്രമായിരിക്കും. ഇതിന് അൺഇൻ്റലിജൻ്റായ, ബുദ്ധിയില്ലാത്ത, ബുദ്ധിശൂന്യമായ ഒരു ഗതിയല്ല ഉള്ളത്. ദൈവം കൃത്യമായി വെളിപ്പെടുത്തിയ പദ്ധതി പ്രകാരമായിരിക്കും ചരിത്രത്തിൻ്റെ അവസാനം. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന 2ാമത്തെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ, ഇതെല്ലാം സംഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സുരക്ഷിതരായിരിക്കും എന്നതാണ്. പീപ്പിൾ ഓഫ് ഗോഡ് വിൽ ബി സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ സുരക്ഷിതരായിരിക്കുമെന്നും എന്നാൽ ദൈവ പദ്ധതി അനുസരിച്ച് തന്നെ ഈ ചരിത്രം അവസാനിക്കുമെന്നും, ഈ 2 കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ആഴമായ ദൈവ ആശ്രയബോധത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വാക്കും ശ്രദ്ധയോടെ വായിച്ചു പോകേണ്ട ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. പെട്ടെന്ന് ഒരു വൈകാരികമായ അനുഭവമല്ല ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മളിത് വായിച്ചും പഠിച്ചും മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മളറിയാതെ നമ്മളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപയും നമ്മളറിയാതെ നമ്മളെ വലയം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ഒരു വിശ്വാസവുമൊക്കെ ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. വളരെ പ്രസാദത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം. പുഞ്ചിരി മുഖത്തു നിന്ന് മായരുത്. പ്രത്യേകിച്ച് പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളായിട്ട് ഇതിനെ കാണണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നിങ്ങളോട് സംസാരിക്കാൻ വീണ്ടും ഒരവസരം ദൈവം തരുന്നതുവരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.